നെറ്റ്നായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലുള്ള ചിന്തകളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. നീതീകരണത്തിന് ഓർഡിനൻസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. പരിച്ഛേദനയും നീതീകരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ സഭകളിൽ ഇന്ന് അനുഷ്ഠിക്കുന്ന സ്നാനം, ഹോളി കമ്മ്യൂണിയൻ, ഇതൊന്നും തന്നെ നീതീകരണം കൊണ്ടുവരുന്നില്ല. സ്നാനം രക്ഷ കൊണ്ടുവരുന്നു എന്ന് പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ കഴിക്കുമ്പോൾ രക്ഷ പ്രാപിക്കും എന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ചിന്തയാണ്. പരിച്ഛേദന കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, യഹൂദ പുരുഷന്മാർ മാത്രമേ അന്ന് പരിച്ഛേദന കേൾക്കുന്നുള്ളൂ. എന്നാൽ അവർ പരിച്ഛേദന കേൾക്കുമ്പോൾ സ്ത്രീകളെയും അങ്ങനെ തന്നെ എണ്ണുന്നു എന്നേ കാണുന്നു. ശരിക്കും ഒരു പരിച്ഛേദന എന്ന് പറയുന്നത് ഒരു അടയാളമായിരുന്നു, ജഡത്തിൻ്റെ ഉള്ളൊരു അടയാളമായിരുന്നു പരിച്ഛേദന. എന്നാൽ പ്രവാചകന്മാരിൽ കൂടി ദൈവം കൽപ്പിച്ചത് പുറമേയുള്ള പരിച്ഛേദനയല്ല, അകമേയുള്ള പരിച്ഛേദനയാണ് ആവശ്യമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അകമയുള്ള രൂപാന്തരം ആവശ്യമാവുന്നു എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ വന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ്, ഹാരാനിൽ നിന്ന് കനാനിലേക്ക് വിളിച്ച് ഇറക്കപ്പെട്ടപ്പോൾ 75 വയസ്സായിരുന്നു. അവന് വാഗ്ദത്തം ലഭിച്ചു, ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം ലഭിച്ചു അബ്രഹാമിന്. എന്നാൽ നമുക്ക് ശ്രദ്ധിക്കുന്ന പോലെ 13 വർഷം, ഈ 13 വർഷം ഇസ്മായിലിനെ പരിച്ഛേദന ഏൽപ്പിക്കുന്ന ആ 13 വർഷം, അതിന് മുമ്പുള്ള 13 വർഷം എന്താണ് കണ്ടത്? ഒരു ഷോർട്ട് കട്ട്. ദൈവത്തിൻ്റെ പ്രോമിസ് ഉണ്ടായിരുന്നു, ഇസാക്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രോമിസ് ഉണ്ടായിരുന്നു. എന്നാലേ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചു. വിശ്വാസത്തിൽ അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിൽ തളർന്നു പോരുത് എന്ന് പറയുന്നത്. ദൈവം ഒരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. എന്നാൽ എന്താ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 13 വർഷം കഴിഞ്ഞ് 17-ാം അധ്യായത്തിലാണ് പിന്നെ ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നത്. അതുവരെയും ദൈവം മിണ്ടാതെ ഇരുന്നു. 12-ാം അധ്യായം തൊട്ട് 15-ാം അധ്യായം വരെ ഉള്ള സമയങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ദൈവം സംസാരിച്ചു, ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിലേ പിന്നീട് 13 വർഷത്തേക്ക് ദൈവം ഒന്നും ഇടപെടുന്നില്ല. അതെന്താണ് ഇടപെടാതിരുന്നത്? ദൈവകൃപയിൽ നിന്ന് ദൈവത്തെ വിശ്വസിച്ച അബ്രഹാം സാറായുടെ വാക്ക് കേട്ട് ഹാഗാറിനെ ഭാര്യയായി എടുത്ത ഒരു സാഹചര്യം അവിടെ വന്നു. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിക്കാത്തതുകൊണ്ട് പിന്നെ ദൈവത്തിന് ഇടപെടാൻ പറ്റിയില്ല എന്ന് നമുക്ക് കാണാം. പിന്നെ 17-ാം അധ്യായത്തിലാണ് ദൈവം ഇടപെടുന്നത്. അത് പരിച്ഛേദനയായിട്ട് ബന്ധപ്പെട്ടാണ്, സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇടപെടുന്നത്. ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ ദൈവത്തിന് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് ഇത് ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് പഠിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇന്ന് പലരും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ദൈവത്തിൻ്റെ മക്കളായി തീർന്നു, അവകാശികളായി തീർന്നു. എന്നാൽ വീണ്ടും അവരുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട വഴികളിലേക്ക് അങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ ദൈവത്തിന് ഇടപെടാനായിട്ട് സാധ്യമല്ല. രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് ഒരു വീണ്ടെടുപ്പ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു രോഗസൗഖ്യം നമുക്ക് തരുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ നമ്മളത് ഏറ്റെടുക്കുമ്പോൾ ആ വിശ്വാസത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയില്ലെങ്കിൽ അത് വീണ്ടും മാറിയും തിരിഞ്ഞും വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗസൗഖ്യം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ദൈവിക പ്രമാണം അനുസരിച്ച് ദൈവകൃപയിൽ നിന്ന് നിങ്ങൾ മുമ്പോട്ട് പോകണം. ഇവിടെ അബ്രഹാമിനൊരു വാഗ്ദത്തം ദൈവം കൊടുത്തു. ആ വാഗ്ദത്തത്തിൽ മുറുകെ പറ്റാനായിട്ട് അവൻ പറ്റിയില്ല. ആദ്യമേ ചിരിച്ചു തള്ളി. എന്നിട്ടും ഇതൊക്കെ കണ്ടിട്ടും ദൈവം ഒരു പുത്രനെ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നു. അതുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് ഇപ്പം ദൈവത്തിൻ്റെ ദൂതന്മാരെ വിട്ടൊന്നുമല്ല, അതുപോലെ ദൈവം നേരിട്ടിറങ്ങിയല്ല പറയുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ്. ദൈവത്തിൻ്റെ വചനം ചില കാര്യങ്ങൾ നിങ്ങളോടും എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് അനുസരിച്ചില്ലെങ്കിൽ വീണ്ടും ദൈവത്തിന് സംസാരിക്കാനായിട്ട് പറ്റുകയില്ല. കാര്യം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ നമ്മൾ കേൾക്കണം. അതിൽ കഴിഞ്ഞ് ദൈവം അല്ലെങ്കിൽ ചില ശിക്ഷകൾ കൂടി കടത്തിക്കൊണ്ട് പോകുന്നതായിട്ട് കാണും. അതുകൊണ്ട് ഇവിടെയും അതുപോലെ
13 വർഷം ദൈവം ഇടപെട്ടില്ല എന്ന് കാണുന്നു. പിന്നീട് 17-ാം അധ്യായത്തിലാണ് വീണ്ടും സംസാരിക്കുന്നത്. ഉൽപ്പത്തി 17-ലാണ് 17-ന്റെ 1-ാം വാക്യത്തിലാണ് പരിച്ഛേദന ഏൽക്കാൻ പറയുന്ന അഡ്വൈസും എല്ലാം വരുന്നത്. ഇവിടെ അത് ഞാനൊരു ഇടയ്ക്കൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പരിച്ഛേദന എന്നുള്ളത് അബ്രഹാമിൻ്റെ നീതീകരണത്തിന് പരിച്ഛേദനയുടെ ആവശ്യമില്ലായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അബ്രഹാമിനെ അഗ്രചർമ്മികളുടെ പിതാവായി വാക്യം 11-ലും അതുപോലെ ഇതിനകത്ത് 12-ാം വാക്യത്തിലെ അഗ്രചർമ്മികളുടെ പിതാവല്ല പരിച്ഛേദനക്കാരുടെ പിതാവായി 12-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സകലരുടെയും പിതാവായിട്ട് വിശ്വാസികളും യഹൂദന്മാരും ജാതികളുടെയും ഒക്കെ പിതാവായിട്ട് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. അവൻ്റെ പേര് തന്നെ അബ്രഹാം എന്നാക്കി മാറ്റി. ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിൻ്റെ നീതിയാലല്ലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്നേ വരും. ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം ന്യായപ്രമാണം കൊടുക്കുന്നതിന് 430 വർഷത്തിന് മുമ്പാണ് അബ്രഹാമിന് ലഭിച്ചത്. ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-17 വാക്യങ്ങളിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്തിൽ പ്രാപിപ്പാൻ തന്നെ. സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെയിൽ നടപ്പുള്ളൊരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യൻ്റെ നിയമമായാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടുകൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കെന്ന് അനേകരെക്കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെക്കുറിച്ചത്രേ പറയുന്നത്, ക്രിസ്തു തന്നെ. ഞാൻ പറയുന്നതിന് താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിന് 430 വർഷത്തിന് മുമ്പ് കിട്ടിയതാണ്. അത് പിന്നീട് ന്യായപ്രമാണം വന്നപ്പോഴേ അത് ദുർബലമാക്കി കളയുന്നില്ല എന്ന് കാണും. ആദ്യത്തെ ലോകാവകാശിയായിട്ട് വന്നത് ആരായിരുന്നു? ആദാമായിരുന്നു. അത് ആദാം നഷ്ടപ്പെടുത്തി. എന്നാൽ ആ അവകാശം ക്രിസ്തുവും അതുപോലെ തന്നെ വീണ്ടും ജനിച്ച ദൈവമക്കളും വീണ്ടുകൊള്ളുകയാണ് ചെയ്യുന്നത്. 14-16 വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശിയാണെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണവും കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്തിലത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസം ഉള്ളവർക്കും കൂടെ ഉറപ്പാക്കേണ്ടതിന് തന്നെ. ആ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് വിശ്വാസം ഉണ്ടാകത്തില്ല. പ്രവൃത്തി ഉണ്ട്, വിശ്വസിക്കപ്പെട്ടതിന് ശേഷം പ്രവൃത്തി വേണം. നേരത്തെ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ് 2:23 നമ്മുടെ നീതീകരണത്തിൻ്റെ പെർഫെക്ഷൻ. വീണ്ടും ഒന്നുകൂടെ പറയാം, നീതീകരണത്തിൻ്റെ പെർഫെക്ഷൻ, നമ്മളെ ദൈവം നീതീകരിച്ചതിൻ്റെ പെർഫെക്ഷൻ വർക്സിൽ കൂടിയാണ് വരുന്നത്. അബ്രഹാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അബ്രഹാം ഒരേ ഒരു സന്തതിയായിട്ടുള്ള ഇസാക്കിനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോഴേ അത് ചെയ്തു. 100-ാമത്തെ വയസ്സിൽ കിട്ടിയ മകനെയാണ്. അന്നേരം എന്താണ് ഗലാത്യർ 5:6 പറയുന്നുണ്ട്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് അബ്രഹാമിൻ്റെ പരീക്ഷകളെല്ലാം അവസാനിപ്പിക്കുകയാണ്. അതൊരു ഫൈനൽ ടെസ്റ്റാണ്. എന്ന് വെച്ചാൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ശോധനയുടെ ഫൈനൽ ടെസ്റ്റ്. അത്രയും വലിയൊരു ടെസ്റ്റ് വരത്തില്ല. പിന്നെ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചായിട്ട് കാണുന്നേയില്ല. അതുകൊണ്ട് അവിടെ കാണുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് വിശ്വാസാലുള്ള നീതീകരണത്തിൻ്റെ പെർഫെക്ഷനാണ് അവിടെ കാണുന്നത്. അബ്രഹാം ന്യായപ്രമാണം അനുസരിച്ചത് കൊണ്ടല്ല നീതീകരിക്കപ്പെട്ടത്. അത് അബ്രഹാം കഴിഞ്ഞിട്ടാണല്ലോ ന്യായപ്രമാണം വന്നത്. അന്ന് ലോ ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചവരെല്ലാവരും അവകാശികളാണ്. അവൻ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു, അതുകൊണ്ട് അവൻ വിശ്വാസികളുടെ പിതാവായി തീർന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്നതനുസരിച്ച് നമ്മളും അവകാശം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? യേശു പറഞ്ഞത് എന്താണ്?
എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എറ്റേണൽ ലൈഫ് നമുക്ക് കർത്താവിൽ വിശ്വസിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതിനോട് ചേർന്നുള്ള ഇൻഹെറിറ്റൻസ്, അവകാശം നമുക്ക് വന്നു ചേരുകയാണ്. സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളാലും കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മളെ നിറച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മൂലം സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് വരുവാനായിട്ട് ഇടവന്നു. ന്യായപ്രമാണം ഇല്ലാത്ത കാലഘട്ടത്തിലും അന്നുള്ള വിശ്വസിക്കുന്നവരും അവകാശികളായിത്തീരും. 16-ാം വാക്യം, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്തിലത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും, ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിനാണ്. ഇവിടെ കാണുന്നു ദൈവത്തിൻ്റെ കൃപ വിശ്വാസം ഉള്ളിടത്ത് ആണ് ചേർന്ന് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവം വീണ്ടെടുക്കുകയും കൃപ തരികയും ചെയ്യുന്നത് വിശ്വാസം ഉള്ളിടത്താണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് പകരുന്നത്. അതുകൊണ്ട് സൗജന്യമായ രക്ഷയെ നാം നിരാകരിക്കുക എന്ന് വെച്ചാൽ പാപിക്ക് രക്ഷ കരസ്ഥമാക്കാനുള്ള ഏക മാർഗം നമ്മൾ നിരാകരിക്കുകയാണ്. അതുകൊണ്ട് സൗജന്യമായി ദൈവം രക്ഷ തന്നു, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയല്ല ആവശ്യം. ദൈവത്തിലെ നമ്മൾ വിശ്വസിക്കുകയും കൃപയാൽ ഉള്ള വീണ്ടെടുപ്പിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്തി നമ്മളെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമാണ്. ഇന്ന് പല ആളുകളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ഒരു ബ്ലൈൻഡ് ഫെയ്ത്താണ്, നിങ്ങളങ്ങ് വിശ്വസിക്കുക എന്നൊക്കെ പറയുന്ന ആൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞാൽ അത് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. എന്നാൽ ബ്ലൈൻഡ് ഫെയ്ത്ത് ഒന്നുമല്ല. വിശ്വാസത്തിനൊരു ആധാരമുണ്ട്. ആധാരപ്രകാരമാണ് വിശ്വസിക്കുന്നത്. കർത്താവ് യാഗങ്ങളുടെ പൂർത്തീകരണത്തിലാണ് കർത്താവ് വന്ന് മരിച്ചത്. ദൈവം പറഞ്ഞിരിക്കുന്ന യാഗങ്ങൾ, ദൈവം ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ, രക്തത്താലുള്ള വിമോചനം, അത് കർത്താവിൽ കൂടി പൂർണ്ണത കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വിശ്വസിക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത്. അത് മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നും വിശ്വസിക്കണം. അവിടെയാണ് പുതിയ ജീവൻ വരുന്നത്. അതുകൊണ്ട് ഇത് ഒരു ബ്ലൈൻഡ് ഫെയ്ത്തായിട്ട് നമ്മളൊരിക്കലും കാണരുത്. സൗജന്യമായി രക്ഷ തന്നുകൊണ്ട് നമുക്കതിന് വാല്യൂ ഇല്ലാതെ ഇരിക്കരുത്. സ്വന്തം പുത്രനെ ആദരിയാതെ അവനെ കാൽവറി ക്രൂശിൽ തകർക്കുവാനായിട്ട് ദൈവത്തിന് തോന്നിയത് നമ്മളെ വീണ്ടെടുക്കാനായിട്ടാണ്. അതുകൊണ്ട് ഈ സൗജന്യമായ രക്ഷ വിശ്വാസത്തിൽ പ്രാപിക്കണം എന്നുള്ളത്, അത് അങ്ങനെ എന്തിനാണ് ദൈവം അത് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെ അവകാശികളാക്കി വെക്കാനും കൂടിയാണ്. ഞാൻ ഇന്നത്തെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ചത് എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ദൈവത്തിലേക്ക് നമ്മളെ നടത്തുന്നത്. അത് മാത്രമല്ല, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ കൃപയാലുള്ള വീണ്ടെടുപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചില ഹെറിറ്റേജുകൾ അല്ലെങ്കിൽ ചില ഓർഡിനൻസ് അതനുസരിച്ചല്ല ദൈവം നമ്മളെ നീതീകരിക്കുന്നത്. ദൈവം നമ്മളെ വിശ്വാസത്തിലാണ് നീതീകരിക്കുന്നത്. അബ്രഹാമിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ദൈവം നമ്മളെ നടത്തുമ്പോൾ നമ്മളത് അനുസരിച്ച് പോകാതെ വേറൊരു വഴിയിൽ പോയാൽ ദൈവത്തിന് വേണ്ടി നമ്മളോട് ഇടപെടാൻ പറ്റുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു. വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം, വിശ്വാസത്തിൻ്റെ പെർഫെക്ഷനാണ് പിന്നെ നമ്മുടെ നീതിപ്രവൃത്തി കൊണ്ട് വർക്കുകളിലുണ്ടാവേണ്ടത്. ഇത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പ്രയാസം നിങ്ങൾക്കുണ്ടാകും. കാരണം സാൽവേഷൻ്റെ ചില ആസ്പെക്റ്റുകളാണ് പറയുന്നത്. വിശ്വാസം ഏത് രീതിയിലാവണമെന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഇത് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. എന്തെങ്കിലും മറന്നു പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. വിശ്വാസം എന്ന് പറഞ്ഞ പ്രവൃത്തിയാലല്ല എന്ന് ഉള്ളതാണ് ചുരുക്കമായി പറയാനായിട്ടുള്ളത്. പ്രവൃത്തിയാലല്ല, എന്നാൽ വിശ്വാസത്തിന് ശേഷം പ്രവൃത്തി ഉണ്ട് താനും. അതാണ് പറയാനായിട്ട് ഇതുവരെയും ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ ചിന്ത നമുക്കെല്ലാം പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോഴേ നീ ഉത്തരം തരുന്ന ദൈവമാണ്. വിശ്വാസത്തോടെ നിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നീ ഉത്തരം തരുന്ന ദൈവമാണ്. ഞങ്ങളുടെ ജീവിതങ്ങളിലെ നീ എല്ലാ രീതിയിലുള്ള അഭിവൃദ്ധിയും ഈ ലോകത്തിലെ
രോഗങ്ങളിൽ നിന്നുള്ള വിടുതലും തരുന്ന ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ പ്രത്യേകിച്ചും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ ഇരിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉള്ള പ്രയാസങ്ങൾ, അതുപോലെ ഭർത്താവ് വീട്ടിൽ വരാതിരിക്കുകയും വീട് വിട്ടു പോവുകയൊക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യങ്ങളാണ്. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നത് കുടുംബങ്ങളായിട്ട് ജീവിപ്പാനായിട്ടും താമസിക്കാനായിട്ടും പ്രവർത്തിപ്പാനായിട്ടുമാണ്. കർത്താവേ, എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മുടിയൻ പുത്രൻ പോയതുപോലെ തിരിച്ചു വരുവാനായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, റിലേഷൻഷിപ്പ് ബന്ധങ്ങളൊക്കെ കർത്താവെ പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലീഗൽ നോട്ടീസ് അയച്ച് വേർപെടാനായിട്ട് ഇരിക്കുന്ന ചില ആളുകൾ വീണ്ടും ഒന്നുകൂടി ചിന്തിക്കുവാനായിട്ട് കർത്താവെ ഈ ദിവസങ്ങളിൽ ഇടപെടുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബവും ശിഥിലമായി പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ലല്ലോ. ഞങ്ങൾ പ്രത്യേകിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുവാൻ പ്രയാസത്തിലിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. കാലിൻ്റെ മുട്ടിൽ നീര്, വേദനയൊക്കെ ആയിരിക്കുന്ന ദൈവം വലിയൊരു വിടുതൽ. നിങ്ങളുടെ കൈകൾ ആ കാലിൻ്റെ മുട്ടിലും ആ വേദനയുള്ള സ്ഥലത്തേക്ക് ഒന്ന് വെച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം വലിയൊരു വിടുതൽ ഇപ്പോഴിന്ന് രാത്രി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരും. കർത്താവെ, എഴുന്നേറ്റ് നടക്കുവാനുള്ള ശക്തിയും കൃപകളും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് അധികം നേരം നിൽക്കാനും നടക്കാനും വയ്യാതെ വേദനയും അസ്ഥിക്ക് ബലക്കുറവും ഒക്കെ ഉള്ള വ്യക്തികളെ ഇന്ന് രാത്രികാലം യേശു സൗഖ്യമാക്കുന്നു. ദൈവമേ, വലിയ വിടുതൽ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ കാലുകൾ, കർത്താവെ, കാലുകളിലെ അസ്ഥിക്കുള്ള വളവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഹീൽ ചെയ്യപ്പെടുന്നു. ഓ ഹല്ലേലൂയ. ഇന്ന് കർത്താവെ, ആ അസ്ഥിയുടെ വളവുകളൊക്കെ ഒന്ന് നൂർന്ന് നേരെ വരുവാനായിട്ട് ആ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് മാതാപിതാക്കളെ ഒന്ന് കൊടുത്ത് പ്രാർത്ഥിക്കുമോ? ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ അത് നടന്നു വരട്ടെ, അത് തീരുമാനമാകട്ടെ, അത് പൂർണ്ണമായിട്ട് ഒരു വിടുതൽ നിന്ന് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ അനുഗ്രഹങ്ങൾ, നന്മകൾ ഇവിടെ മേൽ വർഷിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തുടർമാനമായി ജീവിപ്പാനായിട്ട് കർത്താവെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം ഉത്തരം തന്നിട്ടുണ്ടെങ്കിൽ അതും സന്തോഷത്തോടെ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യുവാനായിട്ടുള്ള സമയവും ഒക്കെ ഉണ്ടല്ലോ. അത് നിങ്ങൾ ഉപേക്ഷ വിചാരിക്കാതെ അറിയിക്കണമേ എന്ന് വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ ആക്സസബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. തുടർന്നും ഇത് വാച്ച് ചെയ്യണം. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ആമേൻ.